ഇന്ത്യൻ ഭരണഘടന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ 1986, 1992, 2003, 2005, 2015, 2019. PIO ആൻഡ് OCI കാർഡ്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് എന്ന പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചത് 1999 മാർച്ച് 30. ഈ പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2002. PIO കാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് വിസ ഇല്ലാതെ തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നതിനും ഇന്ത്യയിലെ സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷൻ നേടുന്നതിനും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിനും സാധിക്കുന്നു. 2015 ജനുവരി 9 PIO കാർഡ് പദ്ധതി OCI പദ്ധതിയിൽ ലയിപ്പിച്ചു. ഇന്ത്യ ഗവൺമെന്റ് 2004 രൂപം നൽകിയ പദ്ധതിയാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യൻ കാർഡ്. 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്താണ് ഈ ആശയത്തെ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരൊഴികെ 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവരും ഇപ്പോൾ വിദേശ പൗരത്വമുള്ളവർക്കുമാണ് OCI ലഭ്യമാകുന്നത്. OCI കാർഡുകൾക്ക് ആജീവനാന്ത കാലാവധിയാണ് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്നത്. OCI കാർഡുകൾക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയപരമായ ഒരു അവകാശവും ലഭ്യമല്ല എന്ന് മാത്രമല്ല, ഭരണഘടന ഉറപ്പു നൽകുന്ന അവസര സമത്വം ആർട്ടിക്കിൾ 16 ഇവർക്ക് ലഭ്യമല്ല. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ USA മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, സുപ്രീം കോടതി, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തവ പാർലമെന്ററി ജനാധിപത്യം, സ്പീക്കർ, തലവന് നാമമാത്ര അധികാരം, നിയമവാഴ്ച, ഏക പൗരത്വം, റിട്ടുകൾ, പ്രധാനമന്ത്രി, ദ്വിമണ്ഡല സഭ. അയർലൻഡ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ദക്ഷിണാഫ്രിക്ക രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഭരണഘടനാ ഭേദഗതി. കാനഡ ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരം. ഓസ്ട്രേലിയ കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ എന്ന ആശയം. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ. റഷ്യ മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി. ഫ്രാൻസ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. ജപ്പാൻ നിയമസ്ഥാപിതമായ വ്യവസ്ഥ. മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്ക. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം 3. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനും മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 7. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. ജനതാ ഗവൺമെന്റ് 1978 സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം 1931. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു.
1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ട് എന്ന് പറയുന്നു. ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചന സോഷ്യൽ കോൺട്രാക്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ: സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30, ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം 32 മുതൽ 35, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ 17. അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17. സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമായിരുന്നു. നിലവിൽ നിയമാവകാശം മാത്രമാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978. സ്വത്തവകാശം നിയമാവകാശം മാത്രമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെ? 12-ാം ഭാഗത്തിൽ. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. സ്വത്തവകാശത്തെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 31. ആർട്ടിക്കിൾ 31A, 31B, 31C ഇപ്പോഴും നിലവിലുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വകുപ്പിലാണ്. 19(1)A അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)B നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19(1)C സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവത്കരിക്കാനുള്ള അവകാശം.